യുവനേതാവിനെതിരായ വെളിപ്പെടുത്തൽ ഗൂഢാലോചനയെന്ന ആരോപണങ്ങൾ തള്ളി നടിയും മുൻ മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ്. സാമൂഹ്യജീവി എന്ന നിലയിൽ പൊതുവിടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്നും റിനി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. വാക്കുകൾ തന്റേതു മാത്രമാണ്, ഒരു ഗൂഢാലോചനാ സിദ്ധാന്തവും ഇവിടെ വർക്കൌട്ട് ആവില്ലെന്നും റിനി ജോർജ് പറയുന്നു. റിനിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട്. ഈയിടെ എനിക്കും അത്തരമൊരു അനുഭവം ഉണ്ടായി. സാമൂഹ്യജീവി എന്ന നിലയിൽ പൊതുവിടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിലൂടെ ശ്രമിച്ചത്. എന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ്. എന്നാൽ അതിനു പിന്നിൽ പതിവ് ഗൂഢാലോചനാ സിദ്ധാന്തം ഉന്നയിക്കുന്നതും അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുകയും ചെയ്യുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ വലിച്ചിടുകയും ചെയ്യുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത്. ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉള്ളിലെരിഞ്ഞ ഒരു നെരുപ്പോടിന് ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചിഴച്ച് ഗളഹസ്തം ചെയ്യുന്നവരോട് ഹാ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. അത്തരക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചിലപ്പതികാരം വായിക്കുക. എന്റെ വാക്കുകൾ എന്റേത് മാത്രമാണ്. ഒരു ഗൂഢാലോചനാ സിദ്ധാന്തവും ഇവിടെ വർക്കൌട്ട് ആവുകയില്ല. കോൺഗ്രസിലെ യുവനേതാവ് അശ്ലീല സന്ദേശം അയച്ചെന്നും 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു റിനി ഉന്നയിച്ച ആരോപണം. സൗഹൃദത്തിലായി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ മോശമായി പെരുമാറി. അപ്പോൾ തന്നെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. എന്നാൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്രകാരം ആവരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഹൂ കെയർസ് എന്നായിരുന്നു ആറ്റിറ്റ്യൂഡ്. ഇതേപ്പറ്റി പല നേതാക്കളോടും പരാതിപ്പെട്ടിരുന്നു. അവർക്കും ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നുവെന്നും റിനി പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ നേതാവ് എന്ന ചോദ്യത്തിന് റിനി മറുപടി നൽകിയിരുന്നില്ല. ആ നേതാവ് ഉൾപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മറ്റു നേതാക്കളുമായി നല്ല ബന്ധമാണെന്നും അതുകൊണ്ട് പേര് പറയാനാവില്ലെന്നുമായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തൽ. പേര് വെളിപ്പെടുത്താതെയുള്ള റിനിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തും MLA-ക്കെതിരെ വ്യക്തമായ തെളിവുകളോടുകൂടി പലരും രംഗത്തെത്തിയത്. Subscribe to One India and never miss an update.